ായിട്ടുണ്ട്. അതുകൊണ്ട് താളമേളങ്ങളോടെയുള്ള ഗാനങ്ങൾ, അതിൻ്റെ കൂടെയുള്ള നൃത്തങ്ങൾ, അതേപോലെ തന്നെ സംഗീതോപകരണങ്ങൾ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും തഖ്വയുടെ, ഭക്തിയുടെ, സ്വർഗത്തിലേക്ക് എത്താൻ ഉതകുന്ന നന്മയുടെ മാർഗത്തിൽ നിന്ന് അകറ്റുകയും മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ ഏറ്റവും ഉന്നതമായി നിലകൊള്ളേണ്ട നാണം അഥവാ ലജ്ജ എന്ന വികാരത്തെ തകർത്ത് കളയാൻ മാത്രമാണ് മ്യൂസിക് ോടുള്ള ഭ്രമം നമ്മെ സഹായിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഹൃദ്യമായി നന്മയും ഏറ്റവും സ്വസ്ഥമായ മാനസികാവസ്ഥയിൽ നിലനിൽക്കാൻ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആയത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഖുർആൻ ഓതി ശീലിക്കുകയും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും അങ്ങനെ ഖുർആനിന്റെ ആളുകളായി മാറുകയും ഖുർആനിന്റെ പഠിതാക്കളും പ്രചാരകരുമായി മാറുകയും ചെയ്ത് ഖുർആനെ സ്നേഹിക്കുന്ന ഒരാൾക്കും മ്യൂസിക്കും ഡാൻസുമായി നടക്കാൻ സമയമുണ്ടാവുകയില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇബ്ലീസിന്റെ ശബ്ദമാണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഖുർആനിൽ നിന്ന് നമ്മെ അകറ്റാനും മലക്കുകൾ നമുക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കുന്ന മലക്കുകളുടെ സാന്നിധ്യം നമ്മിൽ നിന്ന് ഇല്ലാതാകാനും ഇത്തരം അധർമ്മത്തിന്റെ പേക്കൂത്തുകൾ കാരണമായി തീരും. അതുകൊണ്ട് സമൂഹം ദേഹേച്ഛകളിലൂടെ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് വ്യക്തമായി പഠിച്ചറിയാനും അള്ളാഹുവിൽ നിന്നാണ് ഒരു തീരുമാനം വന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ, പ്രവാചകനിൽ നിന്നാണ് ഒരു തീരുമാനം വന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഒട്ടും മനസ്സാക്ഷി കുത്തില്ലാതെ അതിന് സർവാത്മന സമർപ്പിക്കാൻ തയ്യാറാകുന്ന സത്യവിശ്വാസികളായി മാറണം. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ ഈ പ്രോഫ്കോണിന്റെ സംഗമം അള്ളാഹു ഒരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله. السلام عليكم. الحمد لله. الصلاة والسلام على رسول الله. നമ്മുടെ റിഫ്ലക്ഷൻ സെഷനിൽ ഒന്നാമത്തെ വിഷയാവതരണം അൽഹംദുലില്ലാഹ് ശംസുദ്ദീൻ പാലത്ത് ഇവിടെ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില തലങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശുന്ന അവതരണത്തിനു വേണ്ടി ഹാരിസ് ബിൻ സലീം അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം മുബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅയ്ന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മറുവശമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സെഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞാൻ അതാണ് കാണുന്നത്. എന്താണ് ആ മറുവശം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ചർച്ചയുടെ ഭാഗമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി അവരുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാനസിക പ്രതിസന്ധിയെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് പരാതിപ്പെടുകയുണ്ടായി. എന്തോ അശ്രദ്ധ കാരണം ഒരു പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും ആ കുട്ടിക്ക് നൽകുന്നില്ലെന്നതാണ് പ്രശ്നം. ഇങ്ങനെ എന്നെ പരിഗണിക്കാത്ത, എന്നെ സ്നേഹിക്കാത്ത ഒരാളെ എന്തിനുമ്മ നിങ്ങൾ ഭർത്താവായി സ്വീകരിച്ചു? നിങ്ങളാണല്ലോ ഈ ജീവിത ദുരന്തം എനിക്ക് സമ്മാനിച്ചത്. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം ആ കുട്ടി പറയുന്ന വാക്കുകളാണ്. ഞാനൊരു മറുവശം എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരന്മാർക്ക് മനസ്സിലായി കണ്ടിരിക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു പ്രൈമറി സ്കൂളിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ, പന്ത് കളിക്കുമ്പോൾ, ചാടിക്കളിക്കുമ്പോൾ
ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു മുഖമാണ് നാം ദർശിക്കുന്നത്. എന്നാൽ പക്വതയേറിയ ഒരാളെക്കാളും തൻ്റെ ഇടത്തോടുകൂടെ തൻ്റെ മാതാവിനോട് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് പരാതിപ്പെടുന്ന, പ്രതികരിക്കുന്ന ഒരു മനസ്സിൻ്റെ മറുവശം ആ കുട്ടിക്കുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിൻ്റെ ഒരു മറുവശമുണ്ട്. ഒരുപക്ഷെ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ എൻജിനീയറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ മെഡിസിന് വേണ്ടി പഠിക്കുന്ന, അത്യുന്നതമായ കലാലയങ്ങളിൽ വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ മകനെയും മകളെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് എവിടെ പഠിക്കുന്നു, എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അഭിമാനം പോലും പറയാനും പരിചയപ്പെടുത്താനുമുള്ള ഒരു കോളേജും ഒരു കോഴ്സും സ്വന്തമായുള്ള, ആരു കണ്ടാലും ഒരല്പം വിസ്മയത്തോടുകൂടെ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിലയിരുത്തി നോക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ബാഹ്യമായ വശത്തിനപ്പുറം ഒരു മറുവശമുണ്ട്. ആ മറുവശത്തിൻ്റെ ചില ഏടുകൾ നിങ്ങളുടെ ഈ പവലിയൻ്റെ തൊട്ടപ്പുറത്തുള്ള കൗൺസിലിംഗ് സെൻ്ററുകളിൽ നിങ്ങളുടെ ഈ സദസ്സിലിരിക്കുന്ന ചില ആളുകൾ ആ മനസ്സ് തുറക്കുന്നുണ്ട്. ആ മനസ്സ് തുറന്നവരെ കാണുമ്പോഴാണ് ഒരുപക്ഷെ ആദ്യം പരിചയപ്പെടുമ്പോൾ ചോദിച്ചു എവിടെ പഠിക്കുന്നു, എന്തിന് പഠിക്കുന്നു, എത്രാമത്തെ വർഷം പഠിക്കുന്നു, വാപ്പയ്ക്കെന്ത് ജോലി, ഉമ്മയ്ക്കെന്ത് ജോലി എന്നെല്ലാം ചോദിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ അല്പം പ്രതാപത്തോടുകൂടെ മറുപടി പറയുന്നവരെല്ലാം ഒരുപക്ഷെ തൊട്ടടുത്ത ജീവിത പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച. ഇത് പ്രഭാഷണമല്ല, പ്രസംഗമല്ല. എന്ന് പറയുമ്പോൾ ഒരു പ്രസംഗമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും നിങ്ങൾക്ക് തുറന്ന് സംവദിക്കാനും നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് വന്ന് മനസ്സുകളിലേക്ക് പ്രതികരിക്കാനുമുള്ള ഒരു സമയമാണ് ഇവിടെ ഒരു നല്ല വിഷയാവതരണം കഴിഞ്ഞു. അതിലെ ഓരോ വാചകങ്ങളും വരികളും വികാരപൂർവം ജീവിതത്തോട് വെച്ചു ചേർത്തുകൊണ്ട് കേൾക്കുകയായിരുന്നു നമ്മൾ. ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ തങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ആത്മവിചാരണ, അവലോകനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സദസ്സിൽ. എത്രയോ വീടുകളിലൂടെ, എത്രയോ മാതാപിതാക്കളിലൂടെ, എത്രയോ ക്യാമ്പസിൻ്റെ രംഗങ്ങളിലൂടെ അനേകം മനസ്സുകൾ കടന്നുപോയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ഇവിടെ സംസാരിക്കുമ്പോൾ. സഹോദരങ്ങളെ, അല്പം ഗൗരവത്തോടുകൂടെ മനസ്സു തുറന്നിരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ. കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസം ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ സംസാരിച്ചതിന് ശേഷമുള്ള സംശയ നിവാരണ വേദിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംശയത്തിന് ഉത്തരം പറയുന്നതിൽ പരിമിതപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ വിഷയാവതരണം. ഒരു കുട്ടി ചോദിച്ചു, ടെൻഷൻ മാറാൻ എന്താണ് മാർഗമെന്നാണ്. ഒരുപക്ഷെ അനേകം ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണത്. വലിയ മനഃശാസ്ത്രജ്ഞന്മാരും വലിയ വിദഗ്ധന്മാരും മറുപടി പറയേണ്ട ചോദ്യം. മനഃശാസ്ത്രം ഏതെങ്കിലും വർഷം ഒരു പഠനത്തിൻ്റെയോ സിലബസിൻ്റെയോ ഭാഗമായി പഠിക്കുകയോ വായിക്കുകയോ ചെയ്യാത്ത ഞാൻ ഉത്തരം പറയേണ്ടതല്ല ആ ചോദ്യമെന്ന് എനിക്കറിയാം. എന്നാലും സഹോദരങ്ങളെ, മനസ്സുകളാണല്ലോ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. മനസ്സുകളെ സംസ്കരിക്കുകയാണല്ലോ നമ്മുടെ ഈ സംസാരത്തിൻ്റെയും കൂട്ടായ്മയുടെയും ലക്ഷ്യം. അപ്പോൾ മനസ്സിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരം എന്നതിനുള്ള ഉത്തരം ആദ്യം പറയേണ്ടത് ആരാണ്? മതത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശം നൽകുന്നവരും തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയ പരിധിയിൽ നിന്ന് ഒരു ഉത്തരം പറഞ്ഞ് പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഇതുകൂടെ ഒരു മുഖവുരയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ സദസ്സിനോട് പറഞ്ഞു, ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരമുണ്ട്? ഒരു പക്ഷേ 3 മണിക്കൂർ, എനിക്കറിയില്ല, 2 മണിക്കൂറോ 3 മണിക്കൂറോ, ഉദാഹരണമാണല്ലോ. 3 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടുന്നത് 12 മണിക്കാണ്. ഞാൻ യാത്ര പുറപ്പെടാൻ ആരംഭിക്കുന്നു. വാഹനം റെഡിയാണ്. എൻ്റെ സ്വന്തം വാഹനത്തിലാണ് യാത്ര പുറപ്പെടുന്നത്. താൽക്കാലികമുള്ള സൗകര്യങ്ങളോടുകൂടെ യാത്ര ആരംഭിക്കുകയാണ്. എൻ്റെ മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ട്. ളുഹർ എവിടെ വെച്ച് നമസ്കരിക്കും? ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല. എന്നും യാത്ര ചെയ്യുന്ന വഴിയായതുകൊണ്ട് നമസ്കരിക്കേണ്ട പള്ളി മനസ്സിൽ വന്നു. ഉച്ചഭക്ഷണം എവിടെ വെച്ച് കഴിക്കും? എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഉച്ചഭക്ഷണം കഴിക്കും. തിരുവനന്തപുരത്ത് എന്തിനു പോണു? അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. പലവട്ടം ആലോചിച്ചിട്ടും മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പോകുന്നത്. ഞാൻ 12 മണിക്ക് കൃത്യം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു. എൻ്റെ ഒന്നാമത്തെ കണക്ക് കൂട്ടൽ നടന്നിരിക്കുന്നു. ബാക്കി ഞാൻ കണക്ക് കൂട്ടി ഉദ്ദേശിച്ച സ്ഥലത്ത് നമസ്കാരവും ഉദ്ദേശിച്ച സ്ഥലത്ത് ഭക്ഷണവും നടക്കുമെന്ന് കണക്ക് കൂട്ടി. പക്ഷേ യാത്ര ആരംഭിച്ച് 2 കിലോമീറ്റർ പോയപ്പോഴേക്കും എൻ്റെ വാഹനത്തിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നു. ഒരുപക്ഷെ 2 മണിക്കൂർ നേരം അത് നേരാക്കാൻ ഞാൻ ചെലവഴിച്ചു.
2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വിചാരിച്ചെടുത്ത്